മറ്റുള്ളവർ നമ്മളെ മനസ്സിൽ ചിരിച്ചാലും മുഖത്ത് നോക്കി ചിരിച്ചാലും ചങ്കൂറ്റത്തോടെ സംസാരിച്ചില്ലെങ്കിൽ ഭാഷ പഠിക്കില്ല. നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരീക്ഷയിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്ന ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ നമുക്ക് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള താല്പര്യം അവർക്ക് നമ്മളോട് ഉണ്ടാവണമെന്നില്ല. തോൽവി ജീവിതത്തിൽ ഒരു ഭാഗമാണ്. തോൽവി എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ ആദ്യം IAS എഴുതിയപ്പോൾ IAS കിട്ടുമെന്ന് വിചാരിച്ച് എഴുതിയത് കിട്ടിയില്ല, IPS കിട്ടിയില്ല. എങ്കിലും രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ കിട്ടി. പ്രേക്ഷകർക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി പറയാം. KM മാണി സാറിൻ്റെ രണ്ടാമത്തെ മകളെയാണ് സാർ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷയാണ്, ഗ്ലോബൽ ലാംഗ്വേജ്. എല്ലായിടത്ത് ചെന്നാലും സാർ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ നടക്കും, നമുക്ക് യാത്ര ചെയ്യാം. മലയാളിയുടെ ഇംഗ്ലീഷ് പ്രയോഗത്തെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചുകൂടെ? നമ്മൾ മലയാളികൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ഒരുപാട് തെറ്റുകളെന്ന് പറയാൻ പറ്റില്ല, കുറവുകളുണ്ട്. ഞാൻ നേരത്തെ കണ്ട് സൂചിപ്പിച്ചു, ഇംഗ്ലീഷിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഒരു തെറ്റ് 10 കൊല്ലം ആവർത്തിച്ചാൽ അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സമഗ്ര ഭാഗമായിട്ട് മാറും. അപ്പോൾ തെറ്റെന്ന് പറയാൻ പറ്റും. പക്ഷേ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, കുറവുകളുണ്ട്. അതിലത്തെ കുറേയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറേയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ O എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലത്തെ അക്ഷരമുണ്ടല്ലോ, അത് ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റാണ്. നമ്മൾ O എന്നുള്ള വാക്ക് ഉള്ള ഒരു O എന്നുള്ള അക്ഷരം ഉള്ള ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അത് ഫോണിലോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും ഇത് ഒരു മലയാളിയാണ്. ഉദാഹരണത്തിന് 2-3 ഉദാഹരണങ്ങൾ തരാം. ഒന്ന്, OIL ഓയിലാണ്, നമ്മൾ പറയാം ഓയിൽ. പിന്നെ കോളേജ്, കോളേജ് ആ സാർ കുറച്ചുകൂടെ ലോക്കലി ഇത് സാറിന് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആയില്ലെന്ന് പറയും, അത് അങ്ങ് തമിഴ്നാട്ടിലെ ഇങ്ങ കിടയാത്. കാളേജ് എന്ന് പറയും, അത് അങ്ങ് തിരുവനന്തപുരത്ത്. എവിടെയാ? ഗോവിന്ദൻകുട്ടിയുടെ അടൂരാണ്. നല്ല ഭാഷയാണ്. ഞാൻ ഭാഷയുടെ പറ്റി പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല എങ്കിലും. അപ്പം അങ്ങനെ O എന്നുള്ള ഈ O ആക്സെന്റിൽ O എങ്ങനെ ഉച്ചരിക്കുന്നു അത് വെച്ചിട്ട് പെട്ടെന്ന് ഇത് മലയാളിയാന്ന് പറയുന്നത്. നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്ന ഇടയ്ക്ക് ഈ വാക്ക് പുറത്തേക്ക് ഒരു ഓയിൽ, കോളേജ്, ബോയ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേരളത്തിലാണ് ഇതിന് വേരുകൾ കിടക്കുന്നത്. അപ്പം അതൊന്ന്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരിടയ്ക്ക് നമ്മുടെ മലയാളം ചാനലുകൾ, ഞാൻ പ്രത്യേകിച്ചൊരു ചാനൽ പറയുന്നത്, അന്ന് ഈ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് ഈ പോളിറ്റ് ബ്യൂറോ ഉണ്ടല്ലോ, പോളിറ്റ് ബ്യൂറോ PB എന്നാ പറയാ. അപ്പോൾ ചിലപ്പോഴൊക്കെ പെട്ടെന്നൊരു അടിയന്തരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കാര്യം വരുമ്പോൾ അവർക്ക് ചർച്ച ചെയ്യാൻ എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും ഒരുമിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പം ഉള്ളവരെ വെച്ച് അവർ മീറ്റിംഗ് നടത്തും. അവൈലബിൾ എന്ന PBക്ക് പകരം അവൈലബിൾ PB എന്ന് പറഞ്ഞ് കുറേ കാലം നമ്മുടെ പല ചാനലുകളും ഇപ്പം എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരിടയ്ക്ക് നിരന്തരമായിട്ട് ഒരു 10 കൊല്ലം മുമ്പ് അവൈലബിൾ PB കൂടി ഇന്ന തീരുമാനം എടുത്തു. അവൈലബിൾ അതൊക്കെ നമ്മുടെ മലയാളത്തിൽ അതൊക്കെ പറയുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ വേരുകള് കേരളത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ചില വ്യതിയാനങ്ങളുണ്ട്. പിന്നെ അത് മലയാളി മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലെ എല്ലായിടത്തും നമ്മൾ സാധാരണ നമുക്ക് പറ്റുന്ന ഒരു തെറ്റ്, ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിൻ്റെ നമ്മൾ റെസ്റ്റോറൻറ്റ് എന്നാ പറയാ. റെസ്റ്റോറൻറ്റ് ഫ്രഞ്ചിലാണെങ്കിൽ താമസിക്കുന്ന സ്ഥലമാണ് ഹോട്ടല്. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹോട്ടലിനാക്കി. അത് കേരളം മാത്രമല്ല, ഇന്ത്യയൊക്കെ ഒട്ടാകെ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൽ ഭക്ഷണമല്ല, ഹോട്ടലിൽ താമസമാണ്. ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഇത് രണ്ടും ഈ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞു പിടിച്ച് വരാനായിട്ട് എന്താണ് ഒരു കാലവട്ടം അല്ല. സങ്കല്പത്തിൽ ഹോട്ടൽ ഭക്ഷണം അത് തെറ്റാണ്. ഹോട്ടല് താമസിക്കുന്ന സ്ഥലമാണ്. ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടാവാം, റെസ്റ്റോറൻറ്റിൽ ഹോട്ടൽ ഉണ്ടാകില്ല. അങ്ങനെ ചില ഒരു എന്താ പറയുക, ഒരു വ്യതിയാനങ്ങൾ മലയാളി സംസാരിക്കും. മോട്ടലും ഉണ്ടല്ലോ US ൽ. മോട്ടലുണ്ട്. അത് ദാറ്റ് ഇസ് മോട്ടോർ ഹോട്ടൽ. യാത്ര ചെയ്യുന്ന കാർ ഓടിച്ച് പോകുമ്പോൾ മോട്ടോറിൽ
പോകുമ്പോൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് മോട്ടൽ. അങ്ങനെയാണ് മോട്ടോർ ഹോട്ടൽ. അതാണ് MOTEL മോട്ടലായിട്ട് വന്നത്. നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് പഞ്ചാബിലുള്ളവരൊക്കെ മോഡൽ നടത്തുന്നു. യുഎസിൽ പഞ്ചാബികളാണ് കൂടുതൽ ഇപ്പം മോഡൽ നടത്തുന്നത്. ഇപ്പം നമ്മളേ സാർ ഇപ്പോൾ ഭാഷാ പ്രയോഗത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല ഇന്ത്യയിലൊട്ടൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഇപ്പം നമ്മളൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ വ്യാകരണം ആദ്യം പഠിപ്പിക്കും. ഈ വ്യാകരണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളം വ്യാകരണം പോലും നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ മാതൃഭാഷയുടെ വ്യാകരണം പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് ഒരു അന്യഭാഷ അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജിൻ്റെ വ്യാകരണം നമ്മളെ പഠിപ്പിച്ചിട്ട് ആ ഭാഷ പഠിപ്പിക്കുന്ന രീതി നമ്മളെ ഈ ഭാഷയെ ഭയപ്പെടുത്തി നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. 100% ഗോവിന്ദൻ. മലയാളത്തിൽ ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ മലയാളം വ്യാകരണം പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുമോ? പാസ്റ്റ് പ്രസൻസ് കണ്ടിന്യൂസ് മനസ്സിലായില്ലേ, ഇതൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ എനിക്കിതൊരു ഭയങ്കര, ഇപ്പം ഞാൻ അത്യാവശ്യം നന്നായി തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു സംസാരിക്കാനാണ് പഠിപ്പിക്കുക. എന്നിട്ട് അവസാനം ഇത് എന്നോട് ഇംഗ്ലീഷ് വ്യാകരണം ചോദിച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സംസാരിക്കുന്ന ഒരാൾക്ക് ഇല്ല. പക്ഷെ ബ്രിട്ടീഷുകാരോട് പ്രിൻസ് ചാൾസോട് ചോദിച്ച ഇതിന്റെ അറിയില്ല. കാരണം ഒരു ഭാഷ പഠിക്കേണ്ടത് വ്യാകരണത്തിൽ കൂടിയല്ല. ഞാൻ കുറെ കാലം ഫ്രഞ്ച് പഠിച്ചു. എൻ്റെ കോളേജിൽ അന്ന് PUC ആണ്. കോളേജിൽ രണ്ടാമത്തെ ഭാഷ ഫ്രഞ്ച് എടുത്തു. ഹിന്ദിക്ക് പകരം സ്കൂളിൽ ഹിന്ദി ആയിരുന്നു. പിന്നെ ഫ്രഞ്ച് എടുത്തു. അവിടെ ഈ ഫ്രഞ്ചിൻ്റെ വ്യാകരണം പഠിപ്പിച്ചാണ് തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് ഒരു വാക്ക് ഒരു വാക്യം പൂർണ്ണമായിട്ട് സംസാരിക്കാൻ ഭയമാണ്. എന്നുവെച്ചാൽ വ്യാകരണം തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷെ സംസാരിച്ചുകൊണ്ട് ഒരു സംഭാഷണത്തിൽ കൂടെ ഒരു ഭാഷ പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് പഠിക്കും. ഞാൻ ഹിന്ദി പഠിച്ചത് എങ്ങനെയാണ്? കുറേയൊക്കെ ഹിന്ദി പഠിച്ചത് ഡൽഹി പോകുന്നതിന് മുമ്പ് ഹിന്ദി പഠിച്ചത് ഹിന്ദി സിനിമ കണ്ടിട്ടാണ്. ഹിന്ദി സിനിമ അതിനകത്ത് ഒരുപാട് ഉറുദു വാക്കുകൾ വരും. പക്ഷെ ഹിന്ദി സിനിമ കണ്ടാൽ അത് തലയിൽ കയറും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് പഠിച്ചത് ഇപ്പം ജോസഫ് സാറിന് ഭാഷ പഠനം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്കൊരു ഭാഷ, ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ ദൈവസിദ്ധി എന്ന് പറയുന്ന പോലെ ഒരു ഭാഷാവരം എവിടെയോ കിട്ടിയിട്ടുണ്ടെന്ന്. ഏറ്റവും വലിയ ആന്റി ഏജിങ് പ്രോസസ്സുകളിൽ 5 എണ്ണത്തിൽ മ്യൂസിക് പഠിക്കുക, രണ്ടാമത് ഒരു അന്യഭാഷ പഠിച്ചാൽ നമുക്ക് ഇതൊരു ആന്റി ഏജിങ് പ്രോസസ് ആണ്. ആണോ? ആരാ ഇത് പറഞ്ഞേ? ഞാൻ നെറ്റിൽ. ആന്റി ഏജിങ്ങിന്റെ മലയാളം എന്താ? പ്രായം കൂടുന്നതിനെത് പ്രായത്തിന്റെ പുറകോട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശരിയാ, വാർദ്ധക്യമല്ലല്ലോ, എന്താ യൗവനം നിലനിർത്താനുള്ള മാർഗം അതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മധ്യവയസ്സ് നിലനിർത്താൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 7 ഭാഷ അറിയാം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുഗു ചെപ്പേലു വിരു തെലുഗു, പിന്നെ ഫ്രഞ്ച്. ആൻഡ് ഈ പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്കൊന്നും ഖമേർ അറിയാത്തത് കൊണ്ട് ഖമേർ അറിയോ എന്നുള്ളൊരു അവകാശവാദവും ഞാൻ ഉന്നയിക്കും. അപ്പം അങ്ങനെ 7 ഭാഷ അറിയാം. ഇപ്പം വേറൊരു കാര്യം കൂടി, ഇപ്പം നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ ചെന്നാൽ പരസ്പരം ഇംഗ്ലീഷ് സംസാരിച്ചാൽ മനസ്സിലാവില്ല. കാരണം ന്യൂയോർക്സിലെല്ലാം മിഗ്രൻസ് ആണ്. അപ്പോൾ അവിടെ ഇപ്പം ഈവൻ അമേരിക്കയിൽ നമ്മളിപ്പോൾ ബ്രിട്ടീഷ് വിടുക, നമ്മളെല്ലാം ഫോളോ ചെയ്തത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. നമ്മൾ വളരെ സ്ട്രക്ചറലി കൾച്ചറലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ നമ്മൾ US-ലേക്ക് ആ ഇംഗ്ലീഷുമായിട്ട് ചെന്നാൽ നമ്മൾ പരിഹസിക്കപ്പെടുക ചെയ്യുന്നത്. അപ്പം ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെ അവർ എന്നെ പരിഹസിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് യു ആർ ക്വിൻറ്റൻ ഫ്രം ബർമിംഗ്ഹാം പാലസ് എന്നാണ്. നീ ആരാടാ, നീ ബർമിംഗ്ഹാം പാലസിൽ നിന്ന് വന്നതാണോ? ഈ ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള ഒരു തരം ഒരു അമേരിക്കൻ അതൊരു പരിഹാസമല്ല, അതൊരു അസൂയയാണ്. അത് പരിഹാസമല്ല, അത് അവർക്ക് സാധിക്കാത്തതുകൊണ്ട് ഗോവിന്ദൻകുട്ടിയോടുള്ള ഒരു അസൂയാണ്. അല്ല അത് അപ്പൊ ഞാൻ പിന്നെ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷിനെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ വെച്ചു. അപ്പോൾ അവരുടെ ഒരു ഭയങ്കര രസകരമായ ഒരു പ്രയോഗത്തിൽ നമുക്ക് തമാശയായിട്ട് തോന്നുന്നു, ലോങ് ടൈം നോ സീ. കുറെ കാലമല്ലോ കണ്ടിട്ട്, ഒരു ഗ്രാമറോ ഒരു പ്രയോഗമോ ഒന്നും ഇല്ലാത്ത, ശരിയല്ലേ? അവരെല്ലാം പരസ്പരം ഇത് പറയുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇത് കളിയാക്കുകയാണ്. കാരണം നമ്മളിതാ ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രയോഗം ഉണ്ടെന്ന് അറിയാത്തവർ പറഞ്ഞാൽ ഇത് ഒരിക്കലും സ്ട്രക്ചേർഡ് ആയ ഒരു പ്രയോഗമല്ല. നമ്മളെ കളിയാക്കാൻ തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലോയോല കോളേജ് PUC പഠിക്കുമ്പോൾ എൻ്റെ അപ്പന് അവിടുന്ന് മദ്രാസിൽ നിന്ന്, അന്നത്തെ മദ്രാസിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അവിടെ PUC ഫസ്റ്റ് ഇയർ BSc മറ്റുമാണ്. അപ്പോൾ എന്നെ അവിടുത്തെ ഹോസ്റ്റലിൽ ചേർത്തി. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ
രാവിലെ പ്രാതലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ബെഞ്ചാണ് ഇത്. നമ്മൾ ഇരിക്കുന്നു, അടുത്ത ആൾ കഴിച്ച് കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇയാൾ എന്നെ കളിയാക്കാണ് ഇവരൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നു. ഈ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു രീതിയിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി പോകുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പം ഇത് കളിയാക്കാണോ എന്ന് അന്ന് എനിക്ക് കുറേ തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലാക്കിയത് ഇതൊരു മര്യാദയാണ്. ഇറങ്ങി പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് ആദ്യം ഇറങ്ങി പോകുമ്പോൾ ഒരു ഒരു ഇത് പറയുന്ന പോലെ പറഞ്ഞു പോകാന്ന്. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചത് കളിയാക്കാണോ എന്നുള്ള. അതേപോലെ ഈ ഷോയിലൂടെ സാർ ഇപ്പം നമ്മൾ ഓൺലൈൻ ആപ്പൊക്കെ എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആപ്പുകളാണ് ലോകത്ത് മുഴുവൻ. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അച്ചീവ് ചെയ്താൽ റീച്ച് ഉണ്ടാവും. പക്ഷേ ഒരു ലാംഗ്വേജ് സ്കില്ലും നോളജും രണ്ടാണെന്ന് നമുക്കറിയില്ല ഇപ്പോഴും. അതായത് ഇംഗ്ലീഷ് ഒരാൾ സംസാരിച്ചാൽ അയാൾ വലിയ അറിവുള്ളവനെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അറിവും ഭാഷാ നൈപുണ്യവും രണ്ടും രണ്ടാണ് എന്നുള്ളത് സാറൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. വളരെ വളരെ ശരിയാണ് ഗോവിന്ദൻകുട്ടി. ഭാഷ ഓഫ്കോഴ്സ് ഭാഷ നമ്മളെ അറിവിലേക്ക് കടത്തി ചെല്ലും. കാരണം വായനയിൽ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് പുതിയ അറിവുകളിലേക്ക് കയറാൻ സാധിക്കുന്നത്. പക്ഷേ ഭാഷ അതിലേക്കുള്ളൊരു മാർഗം മാത്രമാണ്. ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് വിചാരിച്ചത് കൊണ്ട് നമുക്ക് അറിവ് ഉണ്ടാകണമെന്നില്ല. അത് അറിവ് വേറെ ഒരു സിനിമയിൽ പറഞ്ഞത് അത് മതിക്കും മേലെ വേറെ ലെവൽ. അത് മനസ്സിലാക്കണം. ഭാഷാപരം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും ഞാൻ പറയില്ല ഒരു പുതിയ ഭാഷ കൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഒരു ഭാഷയാണ് ആ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കാലുവ കുത്തിക്കുന്നത്. ഫ്രഞ്ച് പഠിച്ചാൽ ഫ്രഞ്ച് സംസ്കാരം എങ്ങനെയാണ്, ഫ്രാൻസിലത്തെ ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യൻ പഠിച്ചാൽ റഷ്യയിലത്തെ റഷ്യക്കാരെങ്ങനെ ജീവിക്കുന്നു. ഹിന്ദി പഠിച്ചാൽ വടക്കേ ഇന്ത്യക്കാരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ ചിന്താ രീതികളൊക്കെ. തമിഴ് പഠിച്ചാൽ തമിഴരുടെ ആ സംസ്കാരം മനസ്സിലാക്കാൻ സാധിക്കും. ഭാഷയ്ക്ക് ആ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഭാഷ പഠിക്കുന്നത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ഭാഷയും അറിവും വ്യത്യാസമാണ്. ഭാഷയിൽ കൂടെ അറിവിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ സാർ, താങ്ക് യു. ചിലർ പറഞ്ഞാലേ ചിലരൊക്കെ അനുസരിക്കുന്നു. അല്ല, ഭാഷ പഠിച്ചാലേ അറിവുണ്ടാവും. അല്ല, നമ്മളെപ്പോഴും നമ്മൾ അതായത് ചിലർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എന്തും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അത് അറിവിൻ്റെ പ്രതീകമാണെന്ന് ചിന്തിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അറബി പത്രം പൊതിഞ്ഞ് നാട്ടിൽ പുടവ കൊണ്ടുവന്ന ആൾക്കാർ അറബി ഭാഷ കണ്ടിട്ട് അത് തൊഴുത കഥ കേട്ടിട്ടുണ്ട്. അത് അവരുടെ വിചാരം ഖുറാനിലെ അവർ അറബി കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഭാഷ ശരിയല്ല, പക്ഷേ എങ്കിലും ചിരിച്ചു പോകുന്നു. അല്ലത് നമുക്കൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊരു ബ്രെയിനിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് അത്. നമുക്ക് നമ്മളിപ്പോൾ അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളുണ്ട്, അല്ലെങ്കിൽ 50 സ്റ്റേറ്റിലെ ആൾക്കാർ 50 രീതിയിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ ജാപ്പനീസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ അല്ല ഇന്ത്യക്കാർ, തെക്കേ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ അല്ല വടക്കേ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാതെ കൺഫ്യൂസ്ഡ് ആവും. അപ്പം ആദ്യം ഈ ഡയലക്റ്റോ സ്ലാങ്ങോ മിസ്റ്റേക്സോ ഒന്നും നോക്കാതെ സംസാരിച്ച് തുടങ്ങുക, മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യുക, മോർ മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ഓൺലി വി ക്യാൻ ഗ്രാബ് ദ ലാംഗ്വേജ്, ഗ്രാസ്പ് ദ ലാംഗ്വേജ്. അപ്പോൾ അതുകൂടെ സാർ ഒന്ന് അതിൻ്റെ ഒരു രീതിയും കൂടെ ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ തെറ്റ് തീർച്ചയായിട്ടും വരും. ഇന്നും ഇപ്പോൾ ഹിന്ദി ഞാൻ സംസാരിക്കുമ്പോൾ ഈ പച്ചാസും പച്ചീസും തമ്മിലുള്ള വ്യത്യാസം, അതിലത്തെ ഒരെണ്ണം 25 അറിയാം, ഒരെണ്ണം 50 അറിയാം. ഏതാന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. 900 9,000 ഒക്കെ ഉള്ളതുപോലെ തന്നെ. പക്ഷേ ആ ഒരു തെറ്റ് മറ്റുള്ളവർ നമ്മളെ മനസ്സിൽ ചിരിച്ചാലും മുഖത്ത് നോക്കി ചിരിച്ചാലും നമ്മൾ ചങ്കൂറ്റത്തോടെ സംസാരിച്ചില്ലെങ്കിൽ ഭാഷ പഠിക്കില്ല. അതുകൊണ്ട് ഭാഷ പഠിക്കണമെങ്കിൽ ഭാഷ നമ്മൾ പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഒരു ഭാഷ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് പഠിക്കാൻ 1-2 രീതികളുള്ളത്. ഞാൻ കുറേയൊക്കെ എൻ്റെ ഇംഗ്ലീഷ് ഭാഷയുടെ ഉച്ചാരണം ശരിയാക്കി കൊണ്ടുവന്നതും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എനിക്ക് കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവ് ലഭിച്ചതും BBC പോലത്തെ ഒരു റേഡിയോ ആകുമ്പോൾ ഒരു ഗുണമുള്ളത്, നമ്മളിപ്പോൾ ഒരു TV BBC കണ്ടാൽ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധ ഒരു 50% ചിത്രത്തിൽ പോകും.
ബാക്കി 50 മാത്രമേ ശ്രവിക്കുകയുള്ളൂ. ഒരു റേഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ 100 അല്ലെങ്കിൽ ഒരു 90% വാക്കുകൾ എന്താണ് ശ്രദ്ധിക്കും. ഞാൻ BBC റേഡിയോ പ്രക്ഷേപണമൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഭംഗിയാക്കാൻ സാധിച്ചത്. 1. 2, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണമെങ്കിലുള്ള 1-2 ചെറിയ ഇത് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തത്, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നല്ല പത്രം, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു. ഏറ്റവും നല്ല ഇംഗ്ലീഷ് എഴുതുന്ന ഹിന്ദു പത്രമാണ്. അവരുടെ എഡിറ്റോറിയലോ അല്ലെങ്കിൽ മിഡിൽ പേജിലത്തെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് ഒന്ന് സുഗമമായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ തവണ വായിക്കുമ്പോൾ തപ്പിലുണ്ടാവും. അത് തന്നെ രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. മൂന്നാമത്തെ തവണയാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കിട്ടും. അപ്പോൾ ഹിന്ദു പോലത്തെ പത്രം വായിച്ചാൽ തീർച്ചയായിട്ടും. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, എത്ര പൊട്ടത്തെറ്റാണെങ്കിലും തീർച്ചയായിട്ടും സംസാരിച്ച് പഠിക്കുക. ആൾക്കാർ കളിയാക്കുകയാണെങ്കിലും സംസാരിച്ചു. ഇതൊക്കെയാണ് ഒരു ഭാഷ പഠിക്കാനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പഠിക്കാനായിട്ട് സാധിച്ച് തരുന്നത്. തെറ്റുകൾ കുറവുകൾ ഉണ്ടാക്കി തന്നെ മുന്നേറാൻ പറ്റും. തെറ്റുകൾ കുറവുകൾ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്നിടത്ത് ഒരു കാര്യവും നടക്കത്തില്ല. അതെ, തെറ്റുണ്ടാവണേ തന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ? അതെ, പറഞ്ഞാലേ തെറ്റുണ്ടാവുള്ളൂ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ജെയിംസിൻ്റെ കുട്ടികളുടെ ഒക്കെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആവർത്തന വിരസത ഉണ്ടെങ്കിലും പറയേണ്ട കാര്യം, നമ്മളൊക്കെ ഇപ്പോൾ ഇരിക്കുന്നു, നടക്കുന്നു, നിൽക്കുന്നു. ഇതൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ആദ്യം ഒന്ന് ഏറ്റു നിന്നപ്പോൾ വീണപ്പോൾ കരഞ്ഞപ്പോൾ അമ്മ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഏറ്റെടുക്കാതിരുന്നു. വീണ്ടും ഏറ്റുന്നു, വീണ്ടും വീണു, വീണ്ടും വീണ്ടപ്പോൾ വീണ്ടും അച്ഛനോ അപ്പനോ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ എത്രയോ തവണ ഏറ്റു നിന്ന് 10, 40, 50 തവണ ഏറ്റു നിന്നിട്ട് ആദ്യ തവണ ഏറ്റു നിന്നിട്ട് വീണിട്ട് അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു. നമ്മൾക്ക് അന്ന് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ല, ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കുകയോ ഗോവിന്ദൻകുട്ടിയും സതീശനും അവിടെ ഇരിക്കുകയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വീഴ്ചകൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരീക്ഷയിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്ന ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ നമുക്ക് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള താല്പര്യം അവർക്ക് നമ്മളോട് ഉണ്ടാവണമെന്നില്ല. നാളെ അവർ വേറൊരു സുന്ദരി കുട്ടീനെ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമായിരിക്കും, അല്ലെങ്കിൽ സുന്ദര പയ്യനെ കാണുമ്പോൾ പോകുമായിരിക്കും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. തോൽവി ജീവിതത്തിൽ ഒരു ഭാഗമാണ്. തോൽവി എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തോൽവികളൊക്കെ ഞാൻ ആദ്യം IAS എഴുതിയപ്പോൾ IAS കിട്ടുമെന്ന് വിചാരിച്ച് എഴുതിയത് കിട്ടിയില്ല, IPS കിട്ടിയത്. എങ്കിലും രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ കിട്ടി. അപ്പം അങ്ങനെ അതിൽ വന്നിരിക്കുന്ന തോൽവി വരുമ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന കുറവുകൾ എന്താണെന്നും കൂടി പരിശോധിക്കുക. ഒരു അവലോകനം വേണം. ഞാൻ ആദ്യത്തെ തവണ എഴുതിയപ്പോൾ കിട്ടാതെ വന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഐച്ഛിക വിഷയമായിരുന്ന 5 കൊല്ലം പഠിച്ച ഭൗതിക ശാസ്ത്രത്തിലാണ് ഏറ്റവും കുറവ് കിട്ടിയത്. അപ്പം ഞാൻ അടുത്ത തവണ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ മറ്റ് 2 വിഷയങ്ങൾ എടുത്തിട്ട് ഞാൻ എഴുതിയപ്പോൾ നല്ല മാർക്ക് കിട്ടി. അപ്പൊ തെറ്റ് തിരുത്താനും പഠിക്കണം. തെറ്റ് മനസ്സിലാക്കാനായിട്ട് അതാണ് കാര്യം. വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചില്ലേ? ഒരു വാക്ക് പോലും സാർ ഇംഗ്ലീഷ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് സാറിനോട് ഇപ്പൊ പറയാൻ ഇപ്പൊ പേടിയാ. ഞാനിപ്പോ കാരണം സംസാരിക്കുമ്പോ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എനിക്ക് വയല് വന്ന 2 വാക്കിന് മലയാളം അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞില്ല. ഒന്ന് പൊളിറ്റിക്കൽ സയൻസും ഇന്റർനാഷണൽ റിലേഷൻസും. ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞ ഭൗതിക ശാസ്ത്രം ഇതിന് പകരം 2 വിഷയങ്ങൾ എടുത്തു എന്ന് പറയുന്നത്. അതൊന്ന് പൊളിറ്റിക്കൽ സയൻസും ഒന്ന് ഇന്റർനാഷണൽ രാഷ്ട്രമീമാംസ. എന്റെ അറിവ് അങ്ങനെയാണ്. പൊളിറ്റിക്കൽ സയൻസ്, സയൻസിന് വേറെ രാഷ്ട്രീയ ശാസ്ത്രം അല്ലല്ലോ. രാഷ്ട്രീയം എങ്ങനെ ശാസ്ത്രമാണ്? പൊളിറ്റിക്കൽ സയൻസ്. ആദ്യത്തെ ചോദ്യം എൻ്റെ അതായിരുന്നു. രാഷ്ട്രീയം എങ്ങനെ ഒരു ശാസ്ത്രമാണ്? അതൊരു കലയല്ലേ? അയ്യോ, അതൊരു വലിയ കലയാണ്. വലിയ കല. ഇത് കരുണാകരൻ പോലത്തെ ചിലർക്ക്. പ്രേക്ഷകർക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി പറയാം. KM മാണി സാറിൻ്റെ 2ാമത്തെ മകളെയാണ് സാർ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരിൽ ഒരാളാണ് കരുണാകരൻ. കഴിഞ്ഞാൽ പിന്നെ KM മാണി സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ സംഭവമാണ്, ചെറിയ സംഭവമല്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെടുന്ന വ്യക്തി കൂടിയാണ്. 102 രാജ്യങ്ങൾ മുമ്പ് മാണി സാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിലും തന്ത്രജ്ഞനായിരുന്നു. ഒരു പലവട്ടം പറഞ്ഞൊരു കഥയാണ്, എങ്കിലും ഒരു തവണ പറയുന്നത് കൊണ്ട് അത് ഒരു എന്താണ് ആവർത്തന വിരസത വരില്ല എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ നിൽക്കുക രാവിലെ കാണാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒക്കെ പുറകിലുണ്ട്. ഒരു നല്ലൊരു 19 വയസ്സായ സ്ത്രീ നടന്നു വരുന്നു. എന്നിട്ട്
ചട്ടയും നല്ല ചട്ടമുണ്ടും നല്ല സാരിയൊക്കെ എടുത്ത് ഒരു കുലീനത്തോടുള്ളൊരു സ്ത്രീ നടന്നു വരുന്നു. അപ്പം മാണി സാറിന് ഇത് ആരാന്ന് തീരെ മനസ്സിലാകുന്നില്ല. അപ്പോൾ പുറകിൽ നിന്ന പ്രൈവറ്റ് സെക്രട്ടറി ആരാ അത് പക്ഷെ നമ്മുടെ ജേക്കബ് സാറിൻ്റെ ഭാര്യ മറിയാമ്മ. ഓ അടുത്തത് മറിയാമ്മ ചേട്ടത്തി എന്താ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? മറിയാമ്മ ചേട്ടത്തെ കണ്ട എന്താ നല്ല സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ജേക്കബ് എങ്ങനെയുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടേ ഉള്ളൂ എന്ന് പുറകിൽ നിന്ന് പറയാല്ല, ജേക്കബ് മരിച്ചിട്ട് 2 കൊല്ലമായി. അപ്പൊ വീണുകൊടുത്ത് കിടന്ന് ഉരുളാൻ മടിക്കണം. അത് തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നമ്മളൊക്കെ വരട്ട് പോകും. ഇത് ആ സമയത്ത് അതൊരു കഴിവ്. ഒരു MLA എങ്ങനെയായിരിക്കണം, ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം, ഒരു നാടിനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പാലയിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അതായത് ഇപ്പോഴും ഓർത്തു. എന്ന് മാത്രമല്ല ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് ഒരു അപ്പൻ എങ്ങനെയായിരിക്കണം, ഇച്ചായെന്ന് അവർ വിളിക്കുക. അയ്യോ വീട്ടിൽ വന്ന ഈ കുട്ടിയമ്മയും മാണി സാറും ഈ 5-6 മക്കളും ഒരുമിച്ചിരുന്ന് എന്നിട്ട് അവരോട് ചോദിക്കും രാഷ്ട്രീയം. പിന്നെ അത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനാണോ ആശ്വസിപ്പിക്കാനാണോ അതോ അവരിൽ നിന്ന് ഇപ്പം ആര് പറഞ്ഞാലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു വിവേകം ഒരു അറിവ് കിട്ടുമല്ലോ, അത് കിട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ. പക്ഷെ അവരോട്ട് കൂടെ 1/4 മണിക്കൂർ 1 മണിക്കൂർ കയറുന്ന രാഷ്ട്രീയം പറയാം, സംസാരിക്കും. പിന്നെ എല്ലാം മാനേജ് ചെയ്തു, ഫാമിലി മാനേജ് ചെയ്തു, എവ്രിതിങ്. അതേപോലെ തന്നെ എല്ലാ വർഷവും അവിടെ പാലായിൽ IAS കിട്ടിയവർക്ക് സിവിൽ സർവീസ് അവാർഡ് കൊടുക്കും എല്ലാ വർഷവും. അപ്പം അദ്ദേഹത്തിന് സിവിൽ സർവീസിനെ പറ്റി പറയാൻ എൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ എല്ലാ വർഷവും പോകുന്നതിന് 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയും, എന്നെ ജോമോൻ്റെ വീട്ടിൽ ജോമോൻ എനിക്ക് ഈ സിവിൽ സർവീസിന് അവാർഡ് ഞാൻ കൊടുക്കുന്നുണ്ട്, എനിക്കൊരു പ്രസംഗം ഒന്ന് എഴുതി തരൂ. ഞാനത് ഇങ്ങനെ 10 പേരോട് പറയുന്നുണ്ട്. അപ്പോൾ 10 പേരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പഠിച്ച് അത് ഒരു നല്ല ഇതാക്കി മാറ്റി. ഞാൻ ഇപ്പോൾ അതേപോലെ ഓഫ്കോഴ്സ് അതൊരു പ്രത്യേക കഴിവാണ് തീർച്ചയായിട്ടും. അതെ മാനേജ് ചെയ്യാൻ അതൊരു എല്ലാവരെയും കൂടെ നിർത്താൻ സാധിക്കും. തട്ടി എനിക്കൊന്ന് കോട്ടയം ജില്ല അല്ലെ ഇടുക്കി അവിടെ ചെന്നാൽ നമുക്ക് ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുമായിട്ട് ഇവരെല്ലാം മാണി സാർ എന്ന് പറയുമ്പോൾ ആ പറച്ചിലിനൊരു 2 ജീവനാണ്. സാധാരണ മാണി സാർ നല്ല പറഞ്ഞു, മാണി സാർ അത് വേറൊരു കേൾക്കുന്ന അദ്ദേഹം അത് എന്താണ് അങ്ങയുടെ പേര് നാവെടുത്ത് എങ്ങനെ വിളിക്കുന്നു? മലയാളം ഏതോ പാട്ടില്ലേ, ഭർത്താവിന്റെ പേര് എങ്ങനെ നാവെടുത്ത് എന്ത് പേര് ഞാൻ വിളിക്കും? അയ്യോ എന്താണ് പെട്ടെന്ന് സാറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മള് നാവെടുത്ത് എങ്ങനെ പേര് വിളിക്കുന്നത് അതുപോലെയാണ്. ഈ 102 രാജ്യങ്ങൾ സഞ്ചരിച്ചു. 102 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്പാനിൽ 102 രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്നുള്ളതല്ല. നമ്മളിപ്പോൾ പല ട്രാവൽ വ്ളോഗേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവർ 5 ദിവസം ഒരു രാജ്യത്തോട് ഒരു ട്രാവൽ ചെയ്ത് വന്നിട്ട് ആ രാജ്യത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ രാജ്യത്തെ പറ്റി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ 102 രാജ്യങ്ങൾ സഞ്ചരിച്ചതിൽ എത്ര രാജ്യങ്ങളിൽ അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്ത് അധികമില്ല. ഒന്ന് ഇന്ത്യ, ഒന്ന് കംബോഡിയ, ഒന്ന് ജനീവ, സ്വിറ്റ്സർലൻഡ്, 3 രാജ്യങ്ങളേ ഉള്ളൂ. എങ്കിലും കുറേ കാലം നന്നായി യാത്ര ചെയ്യാനായിട്ട് സൗകര്യം കിട്ടിയിട്ടുണ്ട്. UN ശമ്പളം ഉള്ളത് കൊണ്ട് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിസ കിട്ടാൻ എളുപ്പമായിരുന്നു. UN പാസ്പോർട്ട്. ഏത് രീതിയിലുള്ള യാത്രകളായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്? ഏത് രീതിയിലാണ് യാത്രകൾ? അല്ല, വിനോദം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ യാത്രയെല്ലാം ഒറ്റയ്ക്കാണ്. അതെ, ഞാൻ സാധാരണ ഇക്കോണമി ക്ലാസ്സിലിരുന്ന് അവിടെ ചെന്ന് 5 സ്റ്റാറിലൊന്നും താമസിക്കില്ല. വലിയ അവിടുത്തെ 5 സ്റ്റാറിലൊന്നും 3-4 സ്റ്റാർസോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ളതിൽ താമസിച്ച് ഞാൻ കൂടുതൽ സമയവും ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടന്ന് പല സ്ഥലത്തും. ഞാൻ അല്പം ഒരു എന്താ പറയുക, മലയാളം ഞാനൊരു ഇംഗ്ലീഷ് പറയാൻ ഐ എം എ ലേസി ട്രാവലർ. എനിക്ക് ഒരു മടിയനായ സഞ്ചാരിയാണ് ഞാൻ. അങ്ങനെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പോലെ ഇത് എടുത്തിട്ടൊന്നും രാവിലെ തുടങ്ങി വൈകിട്ട് നടക്കാനല്ല. ഞാനൊരു 100 മീറ്റർ നടന്ന എവിടെയെങ്കിലും ഒരു കാപ്പിയൊക്കെ കുടിച്ച് 10 മിനിറ്റ് നടന്ന് അരമണിക്കൂർ വിശ്രമിച്ചിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെ ചായ കുടിക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു പബ്ബിൽ കയറി ലണ്ടനിലോ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ യൂറോപ്പിലത്തെ ഏതെങ്കിലും ഫ്രാൻസിൽ പോയിട്ട് അറിയാത്തൊരു സ്ഥലത്ത് എല്ലാം വെള്ളക്കാർ അവരുടെ ഇടയിൽ നമ്മൾ പോയിരുന്ന ഒരു ബിയറൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കുമ്പോൾ അത് ചില നോട്ടങ്ങളൊക്കെ വരും, നമ്മൾ മൈൻഡ് ചെയ്യാതെ
പിന്നെ ആ ബാർട്ടൻഡറായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അപ്പോഴാണ് നമുക്ക് ആ നാട് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും ഞാൻ ഈ പറഞ്ഞ പോലെ ഡബ്ലിനിൽ പോയപ്പോൾ അവിടെ ജെയിമിസൺ എന്ന് പറഞ്ഞ വിസ്കി വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അവിടുത്തെ ജെയിമിസൻ്റെ ഒരു ഇതിൽ കയറിയിട്ട് ഓർഡർ ചെയ്ത് അവിടെ സംസാരിക്കുമ്പോൾ അടുത്തുള്ള കുറച്ച് കഴിയുമ്പോൾ 2 പേഗ് കുടിച്ചാൽ എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ നാടിൻ്റെ പറ്റി നമുക്ക് കൂടുതൽ ഒരു അടുപ്പം തോന്നും, അവർക്ക് നമ്മളോടും അടുപ്പം തോന്നും. അതൊരു അനുഭവമാണ്. നമ്മൾ വഴിയിൽ നടന്ന് കുറേ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഇടുന്നത് ഒരു വശം ഇല്ലയെന്ന് ഞാൻ പറയുന്നത് ഗുണമുണ്ട്. പക്ഷേ അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് അവിടെയാണ് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലായത്. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോട് ലോകത്ത് ഫ്രാൻസിൽ പോലും ആദ്യം നമ്മൾ സവ എന്നൊക്കെ സവ എന്ന് പറഞ്ഞാൽ ഹവായു എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി നമ്മൾ ഇംഗ്ലീഷോട് സംസാരിക്കും. അവർക്ക് പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ജർമ്മനിയിൽ ഞാൻ പോയിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി അവർ നമ്മളോട് പ്ലീസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടൊരു അവസരമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ ഒരു ലോകത്തിന് നമ്മൾ പാസ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, ഇംഗ്ലീഷ് ഒരു പാസ്പോർട്ടാണ് ലോകത്തിൻ്റെ. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും രസകരമായ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചു ഇത്രയും വലിയൊരു ജീവിതത്തിൽ. എനിക്കൊരു കുറവുണ്ട്, പെട്ടെന്ന് എങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് മനസ്സിൽ ഏറ്റവും വലിയ അനുഭവം ഈ യാത്രയിലോ അല്ലെങ്കിൽ സർവീസിലോ ഈവൻ കംബോഡിയൻ ജീവിതത്തിലോ. അല്ലെങ്കിൽ കംബോഡിയ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാ? കംബോഡിയ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം കംബോഡിയക്കാളും കംബോഡിയ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു ലേശം മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, കേരളം. ഞാൻ പറയാം ഇതൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാണ്. ഞാൻ US പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞു ലോകത്ത് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നാടാണ്. അതായത് ഇവിടുത്തെ വെതർ മോഡറേറ്റ് ആണ്. ഇങ്ങനെ ഏത് ക്ലൈമറ്റിൽ ഉടുപ്പിടാതെ പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുന്ന ഏത് രാജ്യമുണ്ട്? ഏറ്റവും കൂടുതൽ കുട വേണ്ടി വരും. 102 രാജ്യത്തിൽ പോയ ആളാണ് പറയുന്നത്. അതാണ് അതിന്റെ സത്യം. ഇത് നമ്മളിപ്പോൾ നമ്മൾ മടങ്ങി വരുമ്പോഴാണ് പിന്നെ അത് പോയി തിരിച്ചു വരണം. അപ്പോൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾ ലോകം കണ്ടിട്ട് നിങ്ങൾ കേരളമാണ് മഹത്തരം എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരണം. നമ്മുടെ പിള്ളേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയി തിരിച്ചു വന്നാൽ ഇതൊരു വലിയ കുറവാണെന്നൊക്കെ ചിന്തിക്കുന്നു. ഇതൊരു ഈഗോ ഫാക്ടറായിട്ടൊക്കെ കണ്ടിട്ട് പലപ്പോഴും ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. ഇടയ്ക്ക് 10-12 മണിക്കൂറും ഫ്ലൈറ്റിലൊക്കെ പ്ലെയിനിലിരുന്ന് വിമാനത്തിലിരുന്ന് വല്ലയിടത്തും ചെന്ന് ഇറങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ട് ജനലൊക്കെ തുറന്നു ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ ഈ പാടുപെടുന്നത്, കേരളത്തിലേക്ക് തിരിച്ചു പോയാൽ പോലെ വല്ല കാര്യമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മഞ്ഞ് പെയ്യുന്ന കാണണമെന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് കേരളത്തിലുണ്ട്, പുഴയുണ്ട്, മഴയുണ്ട്, വേറെ എന്താ ഇല്ലാത്ത. ഇനി അഥവാ അത്യാവശ്യം സ്കീയിങ്ങോ അല്ലെങ്കിൽ മഞ്ഞ് വേണമെങ്കിൽ തന്നെ നമുക്കൊന്ന് ഇവിടുന്ന് പോയാൽ മതി. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.